ഈ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഈ സ്ഥാപന ഉടമയുടെ മകനുമായിട്ടാണെങ്കിലും ആ കുട്ടി വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് വരുന്നു. അതിന് മുൻപ് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കുടുംബജീവിതം അവർ നിർബന്ധിച്ച് ആ പെൺകുട്ടിയിൽ അടിച്ചേൽപ്പിച്ചതാണോ എന്നൊക്കെ തീർച്ചയായും അന്വേഷണം വേണം. അന്വേഷണത്തിനൊടുവിലാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. ഇപ്പോൾ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പെൺകുട്ടി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. ആ ഒരു യുവാവ് അവളെ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടിയതാണ്. ഇപ്പോൾ യൂട്യൂബിൽ പറയുന്നുണ്ട്, പല ചാനലുകളിലും പറയുന്നുണ്ട്, കല്യാണശേഷം ഇവളെ അപായപ്പെടുത്തണം, ഇവളെ ഗർഭിണിയാക്കിയതിന് ശേഷം മറ്റൊരു മാർഗമില്ല എന്ന് കണ്ട് കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിലൂടെ സ്ഥാപനത്തിനും സ്ഥാപന ഉടമയ്ക്കും അവരുടെ മകനുമൊക്കെ ഉണ്ടാകുന്ന മൈലേജ് ആഘോഷിക്കുക, എന്നിട്ട് ഈ പെൺകുട്ടിയെ തള്ളിക്കളയുക എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്, യൂട്യൂബർമാരുടെ വീഡിയോകൾ വരുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഒരു വാർത്താ സമ്മേളനമാണെന്ന് തോന്നുന്നു നടത്തുന്നത് കണ്ടിരുന്നു. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അതിൽ പറയുന്നുണ്ട്, തന്നെ ക്രൂരമായി ആക്രമിക്കാൻ ഒരു സംഘം ശ്രമിക്കുന്നുണ്ട്. ഈ അനാഥാലയത്തിനെതിരെ നടക്കുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതിലൂടെ തകർക്കപ്പെടുന്നത് തൻ്റെ കുടുംബജീവിതം കൂടിയാണ് എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അത് വളരെ കാര്യമുണ്ട്.